ഞാൻ +1 +2 പഠിക്കുമ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിലൂടെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഏർലി മോർണിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ എനിക്കിങ്ങനെ പാക്ക് ചെയ്ത് തരുന്നൊരു സംഭവമായിരുന്നു ഈ കൊഴുക്കട്ട. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് കേട്ടോ അമ്മ വയ്ക്കുക. അത് ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ കഴിച്ചത്. അപ്പം വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് ഞാൻ പറയും ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, ഞാൻ പാത്രം കാലിയാക്കിയിട്ട് കൊണ്ടുവരും കേട്ടോ. അത് പറഞ്ഞ പിന്നെ എല്ലാ ദിവസവും അമ്മ എന്ത് ചെയ്യും ഈ കൊഴുക്കട്ട തന്നെ വെക്കും. അപ്പോൾ ഈ കൊഴുക്കട്ട കഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഇപ്പോഴും ആ ഒരു മെമ്മറി ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ദോശ ഉള്ളിച്ചമ്മന്തി. ഒരു പ്രാവശ്യം ദോശ ഉള്ളിച്ചമ്മന്തി വെച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ദിവസവും ദോശ ഉള്ളിച്ചമ്മന്തിയായി. ഞാൻ വേണ്ടാന്ന് പറയുന്നവരെ ദോശ ഉള്ളിച്ചമ്മന്തി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവരും പറയും അങ്ങനെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ അമ്മമാരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. കാരണം നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതന്നെ നമ്മൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് വയ്ക്കും. അപ്പോൾ അത് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ അതന്നെയാണ് കേട്ടോ ആലോചിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ കുറച്ച് ശർക്കരയും തേങ്ങയും അതിനകത്ത് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ നോർമൽ പത്തിരിയൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ മാവ് കുഴച്ചിട്ട് അതിനകത്ത് ഇതങ്ങ് ഫില്ല് ചെയ്ത് ഉണ്ടകളാക്കിയിട്ട് ആവി കയറ്റിയെടുക്കുക. സിമ്പിൾ, എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. അപ്പം കഴിഞ്ഞ ദിവസത്തെ ചപ്പാത്തിയുടെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും എൻ്റെ അമ്മ ഉണ്ടാക്കി തരും കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അധികം ഇത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. മറ്റേത് വളരെ റെയറായിട്ട് ഉണ്ടാക്കുകയുള്ളൂ. ഇത് തന്നെയാണ് ഇപ്പോൾ അധികം ഉണ്ടാക്കി തരും, ഈ ഗോതമ്പുണ്ട. അപ്പോൾ ഞങ്ങൾ ഗോതമ്പുണ്ടാന്ന് കേട്ടോ പറയുക. ഇതും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറ്റേ അരിയിനേക്കാൾ കുറച്ചും കൂടെ ഇഷ്ടം തോന്നുന്നത് ഈ ഗോതമ്പിൻ്റെ കൊഴുക്കട്ടയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനും ഇന്ന് എൻ്റെ ഒരു ഡിന്നറായിരുന്നു കേട്ടോ ഈ ഒരു കൊഴുക്കട്ട. കഴിക്കാൻ കൊതിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് നമ്മുടെ തണുക്കാനൊന്നും ഞാൻ കാത്തു നിന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ അതിങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ ആ ശർക്കരയും തേങ്ങേൻ്റെ ആ ഒരു മിക്സ് ഇങ്ങനെ ഒലിച്ച് വരും. ഭയങ്കര ടേസ്റ്റാണ്. പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കൊഴുക്കട്ട മെമ്മറി എന്താണെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഗോതമ്പ് കൊഴുക്കട്ടയും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.